ഇപ്പോൾ BJP മുന്നോട്ട് വെക്കുന്ന CAA റിലേറ്റഡ് ആയിട്ട് CAA മുസ്ലിം ജനവിഭാഗത്തിൻ്റെ പൗരത്വം നഷ്ടപ്പെടുത്തില്ല, അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിൻ്റെയും പൗരത്വം നഷ്ടപ്പെടുത്തില്ല എന്നുള്ള വാദമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പേടിക്കേണ്ടതുണ്ടോ? CAA പേടിക്കേണ്ടതുണ്ടോ പൊതുജനങ്ങൾ? അതിൽ ആദ്യമായിട്ട് പറയുന്നത് ഈ CAA മുസ്ലിം വിരുദ്ധമല്ല എന്നുള്ള ഒരു വാദമാണ് സംഘപരിവാറിന്റെ കോളാമ്പികളായിട്ട് ചാനലുകൾ തോറും കയറി കിടന്ന് നടക്കുന്ന മതേതര വേഷം കിട്ടിയ കുറെ ആളുകളുണ്ട്. അവരും എല്ലാം പറഞ്ഞ് നമ്മളെ ധരിപ്പിക്കാൻ നോക്കുന്നത്. ഒന്നാമതായിട്ട് ഇത് മുസ്ലിമുകളെ കുറിച്ചുള്ള നമ്മുടെ മോദിജിയുടെ വളരെ കാര്യമായ ചിന്തയും അവരെ എപ്പോഴും അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നതിന്റെയും സൂചനയാണ് ഈ CAA ഇപ്പൊ വന്നത്. റമദാൻ മാസം തുടങ്ങുന്ന അന്ന് തന്നെ മൂപ്പര് CAA നമുക്ക് മുസ്ലിമുകൾക്ക് സമ്മാനമായിട്ട് കൊടുത്തത് അതിന്റെ ലക്ഷണമാണ്. രണ്ടാമത് ഈ CAAയുടെ അടിസ്ഥാന അതിന്റെ ഒരു ആ നിയമത്തിന്റെ ഒരു കോർ എന്ന് പറയുന്നത് തന്നെ മതമാണ്. ഒരു മതവിഭാഗത്തിനെ അതിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ ഇത് മതമായിട്ട് ബന്ധപ്പെട്ടതല്ലെന്നൊക്കെ പറയാനായിട്ട് ഇവർക്ക് മാത്രമേ സാധിക്കൂ. സ്വബോധമുള്ള മനുഷ്യർക്ക് സാധിക്കില്ല. കാരണം മതത്തിൽ പറയുന്ന മുസ്ലിമുകൾ ഒഴികെയുള്ളവർക്ക് 5 വർഷം കൊണ്ട് പൗരത്വം കൊടുക്കും. മുസ്ലിമുകൾക്ക് വേണമെങ്കിൽ 11-12 വർഷം വരെ കാത്തിരിക്കണം. അപ്പോഴും കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം ഇവരെ അഭയാർത്ഥികളാണെന്നുള്ള ഒറ്റ ക്രൈറ്റീരിയൻ വെച്ചിട്ട് അവർക്ക് പൗരത്വം കിട്ടും. മുസ്ലിമുകൾക്ക് കിട്ടണമെങ്കിൽ ഇപ്പൊ അഡ്നാൻ സാമിയ കൊണ്ടുവന്നതെല്ലാം ആ ഏതൊരു സാധാരണക്കാരനും കിട്ടുന്ന ഒരു പ്രോസസ്സാ. ഈ അവിടെ പീഡനം അനുഭവിച്ച് ഇപ്പൊ ഉദാഹരണത്തിന് പ്രളയം വന്നു കഴിയുമ്പോൾ ഒരു ഹെലികോപ്റ്റർ കൊണ്ട് ചെന്നിട്ട് ഒരു ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ ചെന്നിട്ട് ഞാൻ ഹിന്ദുവാണ് അതുകൊണ്ട് തൽക്കാലം ഹിന്ദുവിനോട് മാത്രം കയറാൻ പറഞ്ഞിട്ട് മുസ്ലിമിനോട് വേറെ ഏതെങ്കിലും മുസ്ലിമുകളൊക്കെ വരുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും 11 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ നിന്നെ രക്ഷിക്കാം എന്ന് പറയുന്നത് എത്രമാത്രം ഭോഷ്കാണോ അതാണ് ഈ CAA. മതത്തിന്റെ പേരിൽ തന്നെ ഇവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ മതമാണ് ഇതിന്റെ പ്രധാന കണ്ടന്റ്, അല്ലെ മതമാണ് ഇതിനെ തീരുമാനിക്കുന്നതുള്ള കാര്യം. ഈ പല മതവിഭാഗങ്ങളെ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനകത്ത്. ഈ മതവിഭാഗങ്ങളെ എടുത്തു പറഞ്ഞ് ഈ പീഡനം അനുഭവിക്കുന്ന ക്രൂരമായ വംശീയ വിവേചനവും ഒരുപക്ഷെ മരണവും എല്ലാം മുന്നിൽ കാണുന്ന ഒരു ജനസമൂഹത്തെ മതം എടുത്തു പറഞ്ഞിട്ട് ഞങ്ങൾ രക്ഷിക്കാം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പരിഷ്കൃത സമൂഹത്തിന് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വംശീയ സമൂഹത്തിന് മാത്രമേ ഇതിന് ഓശാന പാടാൻ സാധിക്കൂ. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നവർക്ക് ഒരിക്കലും പറ്റില്ല. കാരണം അല്ലെങ്കിൽ പീഡനം അനുഭവിക്കുന്ന ഇവർ പറയുന്ന മദർ തെരേസ ആളുകളെ മതം മാറ്റാൻ വേണ്ടി ഭക്ഷണം കൊടുത്തു, മതം മാറ്റാൻ വേണ്ടി മരുന്ന് കൊടുത്തു എന്നല്ലേ. അപ്പൊ മദർ തെരേസ ചെയ്തു എന്ന് ഇവർ പറയുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഒരു മതത്തിന്റെ പേര് പറയും. മുസ്ലിമുകളെ മാത്രമേ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ വെറുതെ തോന്നിയാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പൊ ഈ സ്വാഭിമാനി ഹിന്ദു രാഷ്ട്രം എന്താ ചെയ്യുന്നത്? മതത്തിന്റെ പേരിൽ മാത്രമല്ലേ. ഇനി നിങ്ങൾ ഇതിന്റെ കണ്ടന്റ് എടുത്ത് നോക്കിക്കോളൂ. മതമല്ല ഇതിന്റെ ഫാക്ടർ എന്നുണ്ടെങ്കിൽ ഇവർ ഇതിനകത്ത് അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയാണ് പറയുന്നത് 3 രാജ്യങ്ങൾ അല്ലെ. എന്താ ഈ 3 രാജ്യങ്ങൾക്ക് പ്രത്യേകത? ഇവർ പറയുന്നത് ഇത് ഇന്ത്യ വിഭജിച്ചു പോയ സമയത്ത് ഇവിടെ നിന്ന് എന്താണ് ക്രോസ് ബോർഡർ മൈഗ്രേഷൻ നടന്നു, കുറെ ആളുകൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ എന്നാ ഇന്ത്യ വിഭജിച്ചപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇതിന്റെ ഭാഗമായിരുന്നു? കോമൺ സെൻസ് ക്വസ്റ്റ്യൻ ആണ്. അഫ്ഗാനിസ്ഥാൻ ഒരു കാലത്തും ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല. അഫ്ഗാനിസ്ഥാൻ പണ്ടുപോലെ വേറൊരു രാജ്യമാണ്. ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ, അതിന് അഫ്ഗാനിസ്ഥാൻ എന്താ? അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലും കാനഡയിലും ഇറാഖിലും ഇറാനിലും ജോർദാനിലും ഒക്കെ ഉള്ള മുസ്ലിമുകൾ അല്ല ന്യൂനപക്ഷങ്ങളെ ഇവർ കൊണ്ടുവരണ്ടേ? കാരണം ഈ വിഭജനമായിട്ട് ജോർദാനും ഇറാഖിനും കുവൈറ്റിനും ഒക്കെ എന്ത് ബന്ധമുണ്ടോ അത്രയും ബന്ധമേ അഫ്ഗാനിസ്ഥാനും ഉള്ളൂ. ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ പെയിന്റർ ഉണ്ടല്ലോ, എന്ത് തോന്നിയാസം ഇവർ കാണിച്ചാലും ബക്കറ്റും ബ്രഷുമായിട്ട് പുള്ളി വരും പെയിന്റ് അടിക്കാനായിട്ട്. അങ്ങനെ അന്ന് ഈ CAA വന്ന അന്ന് തന്നെ മൂപ്പര് വീഡിയോ ചെയ്തതിനകത്ത് മൂപ്പര് പറയുന്ന അങ്ങനെ ഇന്ത്യ വിഭജിച്ചു പോയത് കൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് പെട്ടുപോയ അന്ന് അതിനെ നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രോവിൻസ് എന്നൊക്കെ പറഞ്ഞിരുന്ന പച്ചക്കള്ള. നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രോവിൻസ് പാകിസ്ഥാനിലാണ്. അതുകൊണ്ടാണ് നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രോവിൻസ് ഇതിന്റെ ഭാഗമാവുന്നത്. നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രോവിൻസിന്റെ അപ്പുറത്ത് എന്താണ് ആ ലൈനിന്റെ പേര് ഞാൻ മറന്നുപോയി, ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും ആ ഒരു ബോർഡർ ഉണ്ട്. ആ ബോർഡറിന് അപ്പുറമാണ് ഡ്യൂറാൻ ലൈൻ ആണെന്ന് തോന്നുന്നു. ഡ്യൂറാൻ ലൈൻ യെസ് എന്ന് തോന്നുന്നു. അതിന്റെ തൊട്ടപ്പുറത്താണ് അഫ്ഗാനിസ്ഥാൻ ഉള്ളത്. നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രോവിൻസിലൊന്നും അഫ്ഗാനിസ്ഥാൻകാരില്ല. അതൊന്ന്. അപ്പോ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇവര് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സിഖുകാരെയൊക്കെ കൊണ്ടുവരും. പക്ഷെ ഇന്ത്യയുടെ തന്നെ ഭാഗമായിരുന്ന വേറൊരു രാജ്യമുണ്ട്. മുസ്ലിമുകൾ ഇപ്പോഴും ക്രൂരമായിട്ട് വംശീയമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന രാജ്യം, മ്യാൻമാർ, അന്നത്തെ ബർമ്മ. 937 വരെ ബർമ്മ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. 937 അവർ ഇന്ത്യ വിട്ടുപോകാൻ കാരണം അവർക്ക് ബുദ്ധമതത്തിന്റെ ബുദ്ധ സംസ്കാരം
സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ ബുദ്ധമതത്തെ അംഗീകരിക്കുന്ന, ബുദ്ധമതത്തിന്റെ പ്രാമുഖ്യം നിലനിർത്തുന്ന ഒരു രാഷ്ട്രം വേണം എന്ന് പറഞ്ഞിട്ടാണ് അവര് ബ്രിട്ടീഷ് ഗവൺമെന്റിന് 1937 അയച്ച ഒരു മെമ്മോറാൻഡം ഇപ്പോഴും ഗൂഗിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് അവർ എടുത്തു പറഞ്ഞിരുന്ന അതാ. അങ്ങനെ ബുദ്ധമതത്തിന് പ്രാമുഖ്യമുള്ള ഒരു രാജ്യത്ത് ന്യൂനപക്ഷങ്ങളായ മുസ്ലിമുകൾ ഇപ്പൊ പീഡിപ്പിക്കപ്പെടുന്നില്ലേ? അവരെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് നമ്മള് ഫ്ലൈറ്റ് ഫെയർ ഒന്നും കൊടുക്കണ്ട, അവരെല്ലാം ഇന്ത്യയിൽ തന്നെ വന്ന് കിടപ്പുണ്ട്. റോഹിംഗ്യ മുസ്ലിമുകൾ, അവർക്ക് പൗരത്വം കൊടുക്കുമോ? കൊടുക്കില്ല. അപ്പൊ അതിന്റെ കാരണം എന്താ? അവർ മുസ്ലിം ആയതുകൊണ്ട് അവർക്ക് കിട്ടില്ല. ഇന്ത്യയുടെ ഭാഗമല്ലാത്ത അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുവിന് പൗരത്വം കൊടുക്കും. ഇന്ത്യയുടെ ഭാഗം ആയിരുന്ന നമ്മുടെ ബർമ, അവിടുത്തെ മുസ്ലിമുകൾക്ക് പൗരത്വം കൊടുക്കില്ല. ഇനിയുണ്ട് ഇരട്ടത്താപ്പ്. ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ ബാംഗ്ലാദേശ്. ബാംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് അവർ പൗരത്വം കൊടുക്കുന്നുണ്ടല്ലോ, അല്ലെ? ബാംഗ്ലാദേശിലെ പൗരത്വം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീലങ്ക എടുത്തു നോക്കിക്കോളൂ. ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമായിരുന്നോ? ഭാഗമായിരുന്നില്ല. പക്ഷെ അവിടെ മുസ്ലിമുകൾ പീഡിപ്പിക്കപ്പെടുന്നില്ലേ? മുസ്ലിമുകൾ പീഡിപ്പിക്കും. 2018 മുസ്ലിമുകളുടെ വലിയ വംശഹത്യയും കൂട്ടക്കൊലയൊക്കെ നടന്നിരുന്ന മുസ്ലിം 2014 ഒരു കലാപം നടന്നു, 2018 ഒരു കലാപം നടന്നു. അവിടെ മുസ്ലിമുകൾ ആക്രമിക്കപ്പെട്ടു. ബുദ്ധമത രാജ്യമാണ്, ഇനി മതരാഷ്ട്രമാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ ശ്രീലങ്കയുടെ സ്റ്റേറ്റ് റിലിജൻ പലരും സെക്യുലർ ആണെന്നൊക്കെ അവരുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധമതത്തിന് കൂടുതൽ പ്രാമുഖ്യം ഉണ്ട് എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രത്തിൽ ന്യൂനപക്ഷങ്ങളായ മുസ്ലിമുകൾ പീഡിപ്പിക്കപ്പെടുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇതിന്റെ ക്രൈറ്റീരിയൻ മതം മാത്രമാണ്. ഇനിയിപ്പോ സമയമുണ്ടെങ്കിൽ നമുക്ക് NRCയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിനകത്തും മതമാണ് കടന്നു വരുന്നത്. അത് നമുക്ക് അപ്പൊ പറയാം. പൊതുവെ ഫാസിസം, പ്രത്യേകിച്ച് ഹിറ്റ്ലറൊക്കെ കൊണ്ടുവന്നിരുന്ന ജൂതവിരോധത്തിന് ഇതേ ഒരു പാറ്റേൺ ആയിരുന്നില്ലേ? വളരെ സാവധാനം, കുഴപ്പമില്ല, ഞങ്ങൾ വലിയ ഉപദ്രവിക്കുന്നൊന്നുമില്ല, നിങ്ങൾ വെറുതെ ചുമ്മാ വറീഡാവണ്ട എന്നുള്ള രീതിയിലുള്ള പല നിയമങ്ങളും കൊണ്ടുവന്നല്ലേ അവസാനം ഈ പറയുന്ന ഒരു കൂട്ടക്കൊലയിലേക്ക് എത്തുന്ന രീതി ആ രാഷ്ട്രീയം വളർന്നത്. NPRഉം NRCയും എടുക്കുമ്പോൾ ഇതേ വിഷയമല്ല ഇരുന്നത്. ഇതേപോലെ വളരെ സാവധാനം ആദ്യം CAA കൊണ്ടുവരുന്നു, പിന്നെ അതിനെ ഇത് ശക്തി കൂട്ടി കൊണ്ടുവരിക എന്നുള്ളൊരു പ്രക്രിയയല്ലേ, മെല്ലെ കൊണ്ടുവരുന്ന ഒരു സ്ലോ പോയിസൺ മെത്തേഡ്. ഹിറ്റ്ലറുടെ ഈ ഒരു കാരണം ഇവർക്ക് ഹിറ്റ്ലറുമായിട്ട് അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം 1933 എന്റെ ഓർമ്മ. ഇവരുടെ അദ്ദേഹത്തിന്റെ പേര് BK മൂഞ്ചെ, ഡോക്ടർ മൂഞ്ചെ, ഹിന്ദു മഹാസഭയുടെ അന്നത്തെ നേതാവായിരുന്ന ഡോക്ടർ മൂഞ്ചെ ഈ RSS സ്ഥാപിച്ച ഗോൾവൾക്കറുടെ ഗുരുവായിരുന്നു. ഡോക്ടർ മൂഞ്ചെ ഇറ്റലിയിലും ജർമ്മനിയിലും പോയി ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ട്രെയിനിങ് രീതികളെല്ലാം പഠിച്ച് അവിടെ കണ്ട് അതിനുശേഷമാണ് അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അതുവരെ RSSന് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അവര് ഉപ്പു സത്യാഗ്രഹത്തിനൊക്കെ പോയിരുന്നു. ഗോൾവൾക്കർ മഹാത്മാഗാന്ധിയുടെ കൂടെ ഉപ്പു സത്യാഗ്രഹത്തിന് പോയിട്ട് മൂപ്പര് അവിടെ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഹിന്ദുക്കളെ എല്ലാം പിടിച്ച് RSS ചേർക്കാൻ നോക്കി. അതായിരുന്നു രാജ്യസ്നേഹം. അവര് കോൺഗ്രസിന്റെ കൂടെ സമരത്തിൽ ആദ്യമേ പോയിരുന്നു. ഹെഡ്ഗവാർ അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു ലക്ഷ്യം, അത് മൂപ്പര് തന്നെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യം പറയുന്ന ധൈര്യമുള്ള നല്ല ചുണക്കുട്ടികളായിട്ടുള്ള ഹിന്ദു യുവാക്കൾ അന്ന് കോൺഗ്രസിനൊപ്പമായിരുന്നു. ഇവരെ പിടിക്കണമെങ്കിൽ കോൺഗ്രസിനൊപ്പം നിൽക്കണം. അങ്ങനെ ഈ മതം മാറ്റുന്നു എന്നൊക്കെ പറയുന്ന പോലെ മതം മാറ്റലായിരുന്നു അവിടെ ജയിലിൽ പോയിട്ട്. അതൊക്കെയാണ് ഇവരുടെ ചരിത്രം. അപ്പൊ ഇവരുടെ ഇതിനുള്ള ഈ ആവേശം ഉൾക്കൊണ്ട് ഇതിന്റെ എന്താ പറയുന്നത്, അതിന് ഇൻസ്പിറേഷൻ, അതിന്റെ പ്രചോദനം ഇവർക്ക് കിട്ടിയത് മുഴുവൻ RSSൽ നിന്നായിരുന്നു. ക്ഷമിക്കണം, ഈ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഫാഷിസ്റ്റ് ഭരണകൂടങ്ങളിൽ നിന്നും. അത് തന്നെയാണ് ഈ പ്രചാരണ തന്ത്രം. ഈ ബിഗ് ലൈ എന്ന് പറയുന്ന തിയറിയൊക്കെ ഇല്ലേ, ഹിറ്റ്ലറും അതുപോലെ നമ്മുടെ ജോസഫ് ഗീബൽസും. കേട്ടാൽ മനുഷ്യർ വിശ്വസിക്കാത്തത്ര വലിയ, കേട്ടാൽ മനുഷ്യർ നുണയാണെന്ന് കരുതാത്തത്ര വലിയ നുണ, ഇത്ര വലിയ നുണയൊക്കെ ആരെങ്കിലും പറയൂ എന്ന് ആളുകൾക്ക് തോന്നാം. അതുകൊണ്ട് ഇത് സത്യമായിരിക്കാം എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തം ഇവർ പഠിച്ചത് ജോസഫ് ഗീബൽസിന്റെ കയ്യിൽ നിന്നാണ്. അത് തന്നെയാണ് കേരള സ്റ്റോറിയിൽ അവർ ഉപയോഗിച്ചത്. 32,000 പെൺകുട്ടികളെ ലവ് ജിഹാദ് ചെയ്ത് മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുപോയി. കേരളത്തിൽ എന്ന് പറയുമ്പോൾ ആളുകൾ ഇങ്ങനെയൊക്കെ നുണ പറയൂ, ഇത്ര വലിയ നുണയൊക്കെ പറഞ്ഞെങ്കിൽ സത്യമായിരിക്കും എന്ന് പറഞ്ഞാണ് വടക്കേ ഇന്ത്യയിലെ പൊട്ടന്മാര് അതൊക്കെ വിശ്വസിച്ചത്. കേരളത്തിലാരും വിശ്വസിച്ചില്ല. അത് വേറെ. ഇത് ഇവരുടെ രീതി. ഇത് ഹിറ്റ്ലറുമായിട്ടുള്ള ബന്ധം എത്രയോ ഉണ്ട്. ഇതുപോലെ തന്നെയുള്ള ന്യൂറംബർഗ് ലോ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ന്യൂറംബർഗ് ലോയുടെ ഇന്ത്യൻ പതിപ്പാണ് CAA. മനുഷ്യരെ വംശീയമായിട്ട് വേർതിരിച്ച്, അത് മാത്രമല്ല ഈ യഹൂദരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വിലിഫൈ ചെയ്ത്, യഹൂദരാണ് രാജ്യത്തിന്റെ നാശമെന്നും യഹൂദര് മാറാരോഗികളാണെന്നും അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സാംക്രമിക രോഗം വന്ന് ചത്തുപോകുമെന്നും അതുപോലെ തന്നെ യഹൂദരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും യഹൂദരുടെ കടകളിൽ നിന്ന് സാധനം വാങ്ങരുതെന്നും ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ഈ ഹലാൽ ജിഹാദും അതും ഇതൊക്കെ ഇങ്ങനെ കടന്നു പോകണം. ഇത് അതേ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇവർ ഹിന്ദിയിലേക്ക് അല്ലെങ്കിൽ സംസ്കൃതത്തിലേക്ക് പരിഭാഷ ചെയ്തിട്ട് ഇവിടുത്തെ ആളുകളെ പറഞ്ഞു കൊടുക്കുന്ന ശാഖയിൽ.
അതുകൊണ്ട് ഹിറ്റ്ലറുടെ സ്വാധീനം വളരെ വലുതാണ്. അത് തന്നെയാണ് ഇവരുടെ ഈ RSSനെ ഈ രീതിയിൽ വംശീയമായിട്ട് ഇന്ത്യയില് അല്ലെങ്കിൽ ഇത്ര അധികം RSSന്റെ സംഘടനാശേഷി ഇത്രയും വർദ്ധിപ്പിച്ച ആള് ഗോൾവോൾക്കർ ആയിരുന്നു, രണ്ടാമത്തെ സർസംഘചാലകൻ. മൂപ്പരെയാണല്ലോ ബഞ്ച് ഓഫ് തോട്ട്സും വി ആർ അവർ നേഷൻ ഹു ഡിഫൈൻഡ് പോലുള്ള പുസ്തകങ്ങൾ. വി ആർ അവർ നേഷൻ ഹു ഡിഫൈൻഡിനകത്ത് ഗോൾവോൾക്കർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹിറ്റ്ലർ ഈ യഹൂദരെ കൂട്ടക്കൊല ചെയ്ത സംഭവം അത് ആര്യൻ വംശാഭിമാനത്തിന്റെ മൂർത്തിമത് ഭാവം എന്നാണ് അതിനെപ്പറ്റി ഗോൾവോൾക്കർ എഴുതി വെച്ചിട്ടുള്ളത്. അത് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് പകർത്താൻ പറ്റിയ ഏറ്റവും നല്ല മാതൃക എന്ന് ഞാൻ പറയുന്നതല്ല, ഗോൾവോൾക്കറുടെ പുസ്തകത്തിലുണ്ട്, അതിപ്പോഴും കിട്ടും നിങ്ങൾക്ക്. പിന്നെ ബഞ്ച് ഓഫ് തോട്ട്സിൽ അറിയാമല്ലോ, മുസ്ലിമുകൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ, ഇവർ 3 പേരുമാണ് ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞ ഇന്റേണൽ ത്രെറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് വ്യക്തമായിട്ട് അതും എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഗോൾവോൾക്കറുടെ ഈ ഐഡിയാസ് മുഴുവൻ കിട്ടിയത്, ഇൻസ്പിറേഷൻ മുഴുവൻ ഹിറ്റ്ലറാണ്, അവരുടെ കയ്യിൽ നിന്നാണ്. നാറ്റ്സികളുടെ അതേ തന്ത്രമാണ്, ആ ന്യൂറൻബർഗ് ലോയുടെ അതേ പതിപ്പാണ് ഈ CAA ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇത് മതപരമല്ല, വംശീയമല്ല എന്ന് പറഞ്ഞ് ഞാനും വിശ്വസിക്കും. നമുക്കറിയാം, ഈ ഒരു വംശത്തെ ഒറ്റപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വളരെ വെറുപ്പുളവാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വംശീയമായ തേജോവധം ചെയ്യുന്ന രീതിയിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുസ്ലിം, ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം മറ്റുള്ള മതങ്ങളിൽ നിന്ന് മാറി വേറൊരു ഒരു ജീവികളായി ട്രീറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അവരുടെ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ അതിപ്പോൾ ഈ കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ പറ്റിയ എന്താണ്, ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് ആളെ ആവശ്യമുള്ള ഹിന്ദു യുവാക്കൾ മാത്രം. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറയുണ്ടായി മുന്നേ, RSSകാരുടേതായ ഒരു ബിസിനസ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ പരസ്പരം ബിസിനസ് ചെയ്യുന്നത് അവർ തന്നെ ആയിരിക്കണം എന്ന് പറയുന്ന രീതിയിൽ ഇത്തരം രീതിയിലേക്ക് മനുഷ്യരെ ഡിവൈഡ് ചെയ്യുന്നത് ഇവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നില്ലേ അതിൻ്റെ ഈ ഇന്നർ ധാരയിൽ, പലപ്പോഴും പൊതുജനങ്ങൾക്ക് അറിയാതെ രീതിയിൽ. ഇതെല്ലാം ഗവൺമെന്റ് ഒരു പരിധിവരെ തിരിച്ചറിയുകയും മതവിദ്വേഷത്തിൻ്റെതാണെന്ന് തിരിച്ചറിയുകയും ഇതിനെതിരെയുള്ള പ്രിക്കോഷൻസ് എടുക്കുകയും ജനങ്ങളിലേക്ക് ആ ധാരണയെ കൊണ്ടുവരികയൊക്കെ ചെയ്യേണ്ടതില്ലേ? ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇവരുടെ സർക്കാരിലെ ഭരിക്കുന്ന, അപ്പൊ ഇവർക്ക് ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ CAA ഇപ്പൊ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് എന്തിനും CAA കൊണ്ടുവരുന്നു? ഇന്ത്യയിൽ വികസനപരമായിട്ട് നോക്കിയാൽ ജനജീവിതത്തെ ബാധിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. ഇവരുടെ മുസ്ലിം വിരോധത്തിന്റെ പ്രധാന കാരണം അതാ. ബ്രിട്ടീഷുകാരാണല്ലോ ഈ പരിപാടി തുടങ്ങി വെച്ചത്, ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കി വെച്ചത് കാരണം ഇവർ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളി കൂടും. അപ്പൊ ഇവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അടിച്ചോളും. ഡിവൈഡ് ആൻഡ് റൂൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത്, ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്താണല്ലോ സംഘപരിവാരും ഹിന്ദു മഹാസഭയും എല്ലാം ഇത്രയും ശക്തി ആർജിച്ച്. 2ാം ലോക മഹായുദ്ധത്തെ കുറെ കഥകളുണ്ട്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നീണ്ടുപോകും. ഏതായാലും അപ്പൊ അതാണ് ഇവരുടെ പ്രചോദനം, തുടക്കം. അപ്പോ ഇവരിപ്പോ ഉദ്ദേശിക്കുന്ന ഇതിനകത്ത് ഈ CAA ഇപ്പൊ കൊണ്ടുവരാനുള്ള പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഹങ്കർ ഇൻഡെക്സിലാണെങ്കിൽ ഇന്ത്യ 111ാം സ്ഥാനത്താണ് ഹങ്കർ ഇൻഡെക്സിൽ ഇപ്പോൾ ഉള്ളത്. 125 രാജ്യങ്ങളിൽ 111ാം സ്ഥാനത്താണ് വേൾഡ് ഹങ്കർ ഇൻഡെക്സിലുള്ളത്. അതുപോലെ ഈ GDP ഇവരെപ്പോഴും പറ്റിക്കുന്ന ഒരു കണക്കാണ് നോമിനൽ GDP അവർ പറയും. അതായത് ഈ രാജ്യത്തെ എൻറ്റയർ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ അതിന്റെ വാല്യൂ എടുത്തിട്ട് അത് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഇന്ത്യയുടെ ജനസംഖ്യ അത്ര കൂടുതലാണ്, ഒരു വലിയൊരു വർക്ക് ഫോഴ്സ് ഉണ്ട്, ഒരു വലിയ ഒരു സർവീസ് ഇൻഡസ്ട്രി ഉണ്ട്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഉണ്ട്. അപ്പൊ GDP എങ്ങനെയായാലും കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ അറിയേണ്ടത്, ഈ ലോകത്തിലെ 5ാമത്തെ GDP ഉള്ള രാജ്യം എന്ന് പറയുന്നത്, ലോകത്തിലെ പെർ ക്യാപിറ്റ GDP എടുത്താൽ 195 രാജ്യങ്ങളിൽ 143ാം സ്ഥാനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഒക്കെ പ്രയോജനം ആളുകൾക്ക് എത്ര കിട്ടുന്നു, അതിനകത്ത് ഓരോ മനുഷ്യനും പോക്കറ്റിൽ എത്ര കാശ് കിട്ടുന്നു, മിച്ചം പിടിക്കാൻ പറ്റുന്നു എന്നുള്ളത് നോക്കിയാൽ 143ാം സ്ഥാനമാണ് 195. കാരണം ഇന്ത്യയുടെ GDP മുഴുവൻ അംബാനി, അദാനി എല്ലാവരും പോക്കറ്റിലാക്കിയിരിക്കുക. അവരുടെ പ്രൊഡക്ഷൻ വെച്ചിട്ട് ഇന്ത്യ 5ാം സ്ഥാനം. ഇപ്പൊ അംബാനി ഇന്ത്യക്കാരനാണ്, അദാനി ഇന്ത്യക്കാരനാണ്, അതുകൊണ്ട് ഞാനും ഇന്ത്യക്കാരനാണ്, ഞാൻ കോടീശ്വരനാന്ന് പറഞ്ഞിരുന്ന അത്ര ഭോഷ്കാണ്. അംബാനി ഇന്ത്യ നോമിനൽ GDPയിൽ 5ാം സ്ഥാനത്താണ്. അതുകൊണ്ട് എനിക്കിനി ഒന്നും ചെയ്യാൻ, ഞാൻ പുറത്തു കൂടി കടന്നാൽ മതി, എന്റെ കാര്യങ്ങളൊക്കെ നടന്നോളൂ എന്ന് പറയുന്നത്. ഇതൊക്കെ വിഡ്ഢികൾക്ക് മാത്രം പറയാനും വിശ്വസിക്കാനും ഉള്ളതാണ്. നോമിനൽ പെർ ക്യാപിറ്റ GDP ആണ് നോക്കേണ്ടത്. അത് നോക്കുമ്പോൾ ദാരിദ്ര്യം അറിയാം. വേറൊരു കാര്യം ചിന്തിച്ചു നോക്കൂ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു 1.5 മാസം മുമ്പാണ് ഒരു വലിയൊരു പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തെ 82 കോടി ജനങ്ങൾക്ക് 5 വർഷത്തേക്ക് ഫ്രീ ആയിട്ട് അരി കൊടുത്തോളാം. ഈ രാജ്യത്ത് ഉഗാണ്ടയുടെയോ അല്ലെങ്കിൽ റുവാൻഡയുടെയോ പാകിസ്ഥാന്റെയോ
ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിക്ക് പറയേണ്ടി വരില്ല 60% ജനങ്ങൾക്ക് 5 വർഷത്തേക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കാം. അത്രമാത്രം ഈ രാജ്യം പട്ടിണിയിലാണ്. അത് മനസ്സിലാക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലക്ഷന്റെ മൂച്ചിന് പറഞ്ഞ വോട്ട് കിട്ടാൻ വേണ്ടി. പക്ഷെ മൂപ്പര് ഇപ്പുറത്തെ വശം ചിന്തിച്ചില്ല. ഈ ചാണകം മാത്രമല്ല, തലയിൽ ബോധമുള്ള ആളുകളും ഉണ്ട്, അവരിങ്ങനെ ചിന്തിക്കുന്നു. അത്രമാത്രം ദുരിതമാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, കർഷക സമരം നടക്കുന്നു, EVM-നെതിരെയുള്ള പ്രൊട്ടസ്റ്റ്. ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കണം. അവസാന ആയുധം ഓരോ തെരഞ്ഞെടുപ്പിലും നോക്കിക്കോളൂ. ഇതാണ്. എന്തുകൊണ്ടാണ് അപ്പം മോദിജി ഇത് ചെയ്യുന്നത്? പുള്ളിക്ക് വോട്ടാണ് വേണ്ടത്, അല്ലെ? അപ്പൊ ഇത് കൃത്യമായിട്ട് ഓരോ പ്രാവശ്യവും ഈ വികാസ് പുരുഷ 5-ാമത്തെ വർഷം തെരഞ്ഞെടുപ്പിന് 2 മാസം ബാക്കിയുള്ളപ്പോൾ വർഗീയ പുരുഷായി മാറുന്നതിന്റെ കാരണം ഇവിടുത്തെ ഭൂരിപക്ഷം ഹിന്ദുക്കൾ, വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഇതിൽ വീണ് മുസ്ലിം വിരോധം എന്നുള്ളതിൽ തലകുത്തി വീണ് ബാക്കിയുള്ളതൊക്കെ, എന്റെ വീടിന് തീ പിടിച്ചാലും വേണ്ടില്ല, എന്റെ പിള്ളേര് പട്ടിണി കിടന്ന് ചത്താലും വേണ്ടില്ല, അപ്പുറത്തെ മുസ്ലിമിന് ഒരു അടി കൊടുക്കണം, അതിൽ നിന്ന് ആത്മനിർഭരത ഉൾക്കൊള്ളാം എന്നുള്ള രീതിയിലേക്ക് ഹിന്ദുക്കളുടെ ഉള്ളിൽ വർഗീയമായിട്ട് ചിന്ത വന്നതുകൊണ്ട് അവർ വോട്ട് കൊടുക്കുന്നത് കൊണ്ടുമാണ്. ഇതൊരു ടൈം ടെസ്റ്റഡ് ഒരു തന്ത്രമാണ്. ഓരോ പ്രാവശ്യം മോദിജി ഇത് അല്ലെങ്കിൽ RSS ഇത് പ്രയോഗിച്ചിരിക്കുമ്പോഴും അവർക്ക് വലിയ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഈ പറയുന്ന ഭൂരിപക്ഷ ഹിന്ദുക്കൾ വേണ്ട, ഞങ്ങൾക്ക് വർഗീയതയല്ല, ഞങ്ങളുടെ പിള്ളേർക്ക് ആഹാരം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരും ഈ വർഗീയത. ഇവര് തീർക്കാത്തതിന്റെ കാരണം നമ്മുടെ ഭൂരിപക്ഷ മതേതര ഹിന്ദുക്കൾ ഈ വർഗീയതയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടാണ്. അതാണ് അതിനുള്ള ഉത്തരം. എനിക്കതാ തോന്നുന്നു. ഇതില് ഇപ്പൊ പറഞ്ഞു വന്നപ്പോ വേറൊരു കാര്യം, അതില് ഈ 60% പേർക്ക് അരി കൊടുക്കുക എന്ന് പറയുന്നത് 60% പേരോ അതിലപ്പുറമോ പട്ടിണി കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയല്ലേ. ഒരു പ്രധാനമന്ത്രി സ്വയം പ്രഖ്യാപിക്കുകയാണ് ഒരു രാജ്യത്തിലെ തൊഴിലില്ലായ്മയോ പട്ടിണിയായ അവസ്ഥയോ പാവങ്ങളാവുന്ന അവസ്ഥ. ഈ പാവങ്ങളാവുന്നത് ചിലർ പണക്കാരനാക്കാനും കൂടിയാണ്. ഈ പറഞ്ഞതുപോലെ 149 സ്ഥാനത്താണെങ്കിൽ നമ്മൾ GDP ശരിയായ അളവിൽ നോക്കുമ്പോൾ നമ്മൾ പട്ടിണി രാജ്യം തന്നെയാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് സാധാരണക്കാർ ജനങ്ങൾ ആത്മാഭിമാനം കൊള്ളുന്ന കാണാം. നമ്മൾ 3-ാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന രാജ്യമാണ് എന്നുള്ളത് ഭയങ്കര, നമ്മൾ പുറം രാജ്യങ്ങളെ അറിഞ്ഞ അനുഭവമുള്ളവർക്കൊക്കെ മനസ്സിലാവും എത്രത്തോളം ബോഷ്കാണ് അത് എന്നുള്ളത്. അല്ല, അത് ഞാൻ പറഞ്ഞ അത് ഈ വംശീയത എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. ഇപ്പൊ നമ്മുടെ മോദിജി വിശ്വഗുരുവാണ്. മൂപ്പര് മറ്റേ ചന്ദ്രയാന്റെ ഇവിടെ നിന്ന് താഴെ നിന്ന് കൺട്രോൾ ചെയ്തത് മൂപ്പരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇവര് IT സെല്ലുകൾ അതുപോലെ തന്നെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളും തള്ളിവിടുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് നമ്മുടെ മോദിജി. 7-ാം ക്ലാസ്സും ഗുസ്തിയാണ് മൂപ്പർക്ക്, നമുക്കറിയാം. മൂപ്പര് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഈ ലോകത്ത് ആർക്കും ഇല്ലാത്ത ഒരു ഡിഗ്രി, അത് എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ്. അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ തന്നെ ഈ ലോകത്തൊരിടത്തുമില്ല. എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത വിദ്വാനാണ് നമ്മുടെ മോദിജി, 7-ാം ക്ലാസ് കഴിഞ്ഞ് നേരിട്ട്. അപ്പോ അതാണ് ഒരു വിദ്യാഭ്യാസവും ബോധവും ഉള്ള ഒരു ഭരണാധികാരിയാണെങ്കിൽ അപ്പൊ ചിന്തിക്കുക, എടാ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യരെ വോട്ട് ചെയ്യുന്നുള്ള രീതിയിൽ ഞാൻ ഈ രാജ്യത്തിന്റെ ദാരിദ്ര്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവരും നേരെ മനസ്സിലാക്കല്ലേ, അപ്പൊ നിങ്ങളുടെ രാജ്യത്തെ ആളുകളൊക്കെ പട്ടിണിയാണോ എന്ന് ചോദിക്കില്ല. അത് ചിന്തിക്കാനുള്ള കഴിവ് അങ്ങേർക്കില്ല. അങ്ങേർക്ക് വർഗീയത പറഞ്ഞാണ് അത് പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടാണ് അങ്ങേര് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയത്? ഗുജറാത്തിൽ മുസ്ലിമുകളെ കശാപ്പ് ചെയ്തുകൊണ്ടല്ലേ? അതല്ലേ? അന്ന് ഗുജറാത്തിലെ ഹിന്ദുക്കളായിട്ടുള്ള എന്റെ സുഹൃത്തുക്കൾക്ക് തന്നെ പറഞ്ഞ് എനിക്കറിയാം, അന്ന് TV-യിൽ മോദിജിയുടെ പടം കാണുമ്പോൾ വീട്ടിലെ അച്ഛനമ്മമാരും മക്കളോട് പറയുമായിരുന്നു, ദാ ഈ ആളാണ് ഹിന്ദുക്കളുടെ രക്ഷകൻ, ഈ ആളാണ് മുസ്ലിമുകളെ മര്യാദ പഠിപ്പിച്ചത്. അങ്ങനെയാണ് മോദിജി വളർന്നു വന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാ? അല്ലെങ്കിൽ നരേന്ദ്രമോദി രാജ്യത്തിന് വേണ്ടി എന്താ ചെയ്തത്? ഇതിനു മുമ്പ് ബാബറി മസ്ജിദ് പൊളിക്കാൻ പോയപ്പോ അദ്വാനിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ വഴികാട്ടി ആളുകളെ മാറ്റി നിർത്തി എന്നുള്ളതല്ലാതെ വേറെ ഒന്നും മൂപ്പര് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് വംശീയത എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ സുരേഷ് ഗോപി, ദൈവം 2-ാം സ്ഥാനത്തേ ഉള്ളൂ. 1-ാം സ്ഥാനത്ത് മലയാളി സ്വാഭിമാനികൾക്ക് സുരേഷ് ഗോപിയാണ് കൺകണ്ട ദൈവം. ഈ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ വരെ ഇങ്ങനെ ചാരിറ്റി ഒക്കെ എവിടെയായിരുന്നു? ആർക്കെങ്കിലും 5 പൈസ കൊടുത്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാഷ്ട്രീയത്തിൽ വരുന്നവര് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. അത് മാത്രമല്ല, ഇങ്ങേരെ പറ്റി പല ഫിലിം പ്രൊഡ്യൂസേഴ്സ്, മൂവി പ്രൊഡ്യൂസേഴ്സ് തന്നെ പറയുന്ന അവർക്ക് എത്രമാത്രം കാശുകൾ ഇങ്ങേരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും ഇങ്ങേരുടെ ധിക്കാരം കൊണ്ടും പല കാരണങ്ങളും പിണങ്ങി സെറ്റിൽ നിന്ന് പോയി കളയും. പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള സെറ്റിൽ നിന്ന് പോയി കളയും. പിന്നെ ആ പ്രൊഡ്യൂസറുടെ കാര്യം വഴിയാതെ കഴിഞ്ഞാൽ മൂപ്പർക്ക് പ്രശ്നമല്ല. അങ്ങനെ അങ്ങേയറ്റം ഈഗോയിസ്റ്റിക് ആയിട്ട് പലരെയും കുത്തുവാളി എടുപ്പിച്ച മഹാത്മാഗാന്ധിയാണ്, മഹാനാണ് ഇന്ന് മഹാത്മാഗാന്ധി ആയിട്ട് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് പോണ്ടിച്ചേരി അതും ചെയ്തു. മാതാവിനെ സ്വർണ്ണ കിരീടം കൊടുത്ത് മറ്റേ മുക്കുകിരീടം അവരപ്പൊ തന്നെ മാതാവ് അത് തലകുലിക്ക് താഴെ ഇട്ടു, എടുത്തോണ്ട് പോടാൻ മുക്കുകൊണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ പറയുന്നത് എന്താ, ഞാൻ അത് ഇത്ര രൂപയുടെ കൊടുത്തോളാന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത്
ഈ സുരേഷ് ഗോപി BJP-കാരനല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്രയും പിന്തുണയ്ക്കാനും ഏത് വൃത്തികേടിനും ജയ് വിളിക്കാനും ഒരു പറ്റം ജനങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാവുമായിരുന്നു? ഉണ്ടാവില്ലല്ലോ. ഇയാള് BJP-കാരനാണെന്നുള്ള ഒറ്റ കാര്യം കൊണ്ടല്ലേ ഇപ്പൊ ഈ ഇദ്ദേഹം വലിയ മഹാനായതും അതുപോലെ എന്താണ് ഈ ചാരിറ്റിയുടെ പഴയ ബാബ ആംറ്റെ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ മനുഷ്യരുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവും. മഹാരാഷ്ട്രയിലെ കുഷ്ഠരോഗികളെ അവർക്കൊപ്പം താമസിച്ച് ജീവിച്ച് നോക്കി ഭാരതരത്നം പോയിട്ടൊരു പഞ്ചായത്ത് പോലും അങ്ങേർക്ക് അവാർഡ് കൊടുത്തിട്ടില്ല. വർഷങ്ങളോളം നിന്ന് അങ്ങേര് മരിച്ചു, ഒരു മനുഷ്യൻ കേട്ടില്ല. ബാബ ആംറ്റേക്കാൾ വലിയ സാമൂഹ്യ പ്രവർത്തകനാണ് ഇപ്പൊ സുരേഷ് ഗോപി എന്നാ പറയുന്നത്. അതിന്റെ എല്ലാ അർത്ഥം വംശീയതയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് ഞാൻ പറയുന്നത്, ഈ വംശീയത എന്ന് പറയുന്ന സാധനം തലയെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നും പ്രശ്നമല്ല. ഈ മകൻ മരിച്ചാലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പഴമുള്ളവർ പറയുന്നത്. ഈ പഴഞ്ചൊല്ലിലൊക്കെ വലിയ ഇതുണ്ട്, നമ്മളിപ്പോ ചിന്തിക്കണം. അതേ ആറ്റിറ്റ്യൂഡാണ് രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തിന് ഇന്ന്. മുസ്ലിമുകൾക്ക് എങ്ങനെ വഴി കൊടുക്കുക, ഞങ്ങൾ എത്താനും വേണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഒക്കെയുള്ള നിയമസഭാ ഇലക്ഷന് അവിടുത്തെ ഭരണം നമുക്കറിയാം. ഉത്തർപ്രദേശിൽ ഓക്സിജൻ കിട്ടാതെ 48 കുഞ്ഞുങ്ങളാണ് യോഗി മഹാരാജിന്റെ മണ്ഡലത്തിൽ തന്നെ, ഗോരഖ്പൂരിൽ തന്നെ ശ്വാസം കിട്ടാതെ മരിച്ചത്. ഇങ്ങനെ ഹോസ്പിറ്റലിൽ ബില്ല് കൊടുക്കാത്ത, മറ്റേ ഓക്സിജൻ കമ്പനിക്ക് സപ്ലയർക്ക് ബില്ല് കൊടുക്കാത്തതുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം നിരന്ന് വോട്ട് ചെയ്തു. എന്തുകൊണ്ടാ? മോർബി പാലം ഗുജറാത്തിൽ തകർന്ന് മരിച്ച ആളുകൾ മരണപ്പെട്ടത് കൊടിയ അഴിമതി, അവിടെ മെയിൻ്റനൻസ് പോലും നടക്കാതെ, അത് ഗുജറാത്ത് സർക്കാർ, അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഇതിന്റെ എല്ലാം ദൂഷ്യഫലങ്ങൾ അനുഭവിച്ച ഹിന്ദുക്കൾ തന്നെയാണ് ഏറ്റവും മുന്നിൽ നിന്ന് മോദിജിക്ക് വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്തത്. കാരണം ഇതാണ്, വംശീയതയാണ് ഇവരുടെ ആ ഒരു ലെൻസിലൂടെ മാത്രം ഇവര് സമൂഹത്തെ കണ്ടുപോയി. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ പ്രയാസം, ഇതിനൊരു വലിയൊരു മാറ്റം ഉണ്ടാവാതെ. ശരിക്ക് മതത്തിൽ അധിഷ്ഠിതമാണല്ലോ ഈ നിയമം. ഈ നിയമം വെച്ച് മതത്തെ വേർതിരിക്കുമ്പോൾ അതൊരു ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള ഒരു നരേഷൻ വരുന്നുണ്ട്. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളത് ശരിയായ അളവിൽ സുപ്രീം കോടതിയിൽ വരുമ്പോൾ ഈ നിയമം നിലനിൽക്കില്ല എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. ഇതിനെ എങ്ങനെ നോക്കിക്കാണണം? നമ്മളെ കോടതികൾ പലപ്പോഴും ഈ അടുത്ത് കുറച്ച് നീതിപൂർവമായി പെരുമാറുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്, തെരഞ്ഞെടുപ്പിന് മുന്നേ ആയതുകൊണ്ടോ എന്തുകൊണ്ടോ നമുക്ക് പ്രതീക്ഷയുണ്ടോ ഇത്തരം ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെങ്കിൽ മനുഷ്യരെ വംശീയമായി വേർതിരിച്ച് കാണുന്ന ഇത്തരം നിയമങ്ങളെ എങ്ങനെ നോക്കി കാണുന്നത്? എനിക്ക് അത് വലിയ ഇതൊരു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ വലിയ പ്രതീക്ഷ തോന്നുന്നില്ല. കാരണം നമ്മുടെ മുൻ അനുഭവമാണല്ലോ മനസ്സിൽ നമ്മുടെ വരുന്നത്. അത് 2-3 കാരണങ്ങൾ പറയാം. ഒന്ന്, ഈ ബാബറി മസ്ജിദ് വിഷയത്തിൽ സുപ്രീം കോടതി സ്വീകരിച്ച നിലപാട്, അത് ഒരു ക്രിമിനൽ ആക്ട് ആയിരുന്നു. 1949 ശ്രീരാമന്റെ വിഗ്രഹം കൊണ്ടുവച്ചത് ക്രിമിനൽ ആക്ട് ആയിരുന്നു. പള്ളി പൊളിച്ചത് ക്രിമിനൽ ആക്ട്, പള്ളി പൊളിക്കാൻ കൂട്ടുനിന്നത്, ആ സർക്കാർ കൂട്ടുനിന്ന ക്രിമിനൽ ആക്ട്, എല്ലാവരെയും തൂക്കിക്കൊല്ലണം എന്നൊക്കെ സുപ്രീം കോടതി പറഞ്ഞു. അവസാനം ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ അവസാനം എന്താ ചോദിച്ചത്? എങ്കിലും ഹിന്ദുക്കളുടെ ഭാഗത്ത്, ഹിന്ദുക്കൾക്ക് അവിടെ പഴയ ഇതാണെന്ന് അവർ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവർക്ക് എഴുതി കൊടുത്തു. അപ്പൊ അതാണ് അതിലെ ഒരു ഇരട്ടതാപ്പ്. ഡൽഹിയിൽ സുപ്രീം കോടതി മൂക്കിന് കീഴിൽ, ഇതാണ് സ്ഥലത്തിന്റെ പേര്, ജഹാംഗീർപുരയാണെന്ന് തോന്നുന്നു. ജഹാംഗീർപുരയിൽ നിരവധി മുസ്ലിമുകളുടെ കടകളും വീടുകളും ബുൾഡോസർ കൊണ്ടുവന്ന് ഇവർ തകർത്തു. മുസ്ലിമുകളുടെ മാത്രം തെരഞ്ഞെടുപ്പിച്ച് ആളുകൾ സുപ്രീം കോടതിയിൽ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ സുപ്രീം കോടതി ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല. എത്രയോ ആളുകൾ, ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള എല്ലാ ജാതി മതസ്ഥരുമുള്ള സ്റ്റാൻ സ്വാമി ഉൾപ്പെടെ, അപ്പൊ അങ്ങനെ അതിനകത്തിട്ട് കൊന്നു, അത് വേറെ കാര്യം. അങ്ങനെ എത്രയോ നിരപരാധികളെ ഈ സർക്കാരിന്റെ ഒരൊറ്റ അട്ടിമറിയുടെ ഭാഗമായിട്ട് NIA വരെ സ്വാധീനിച്ച് അവര് ഇവരുടെ റിമോട്ട് ഇത് വെച്ചിട്ട്, റിമോട്ട് കൺട്രോളായിട്ട് അവരുടെ ലാപ്ടോപ്പുകളെ റിമോട്ട്ലി ഹാക്ക് ചെയ്ത് അതിനകത്ത് സ്പൈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത്, അറിയാമല്ലോ, ഇവരുടെ ഓരോ ഭാഗവും നിരീക്ഷിച്ച് മറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് രാജ്യദ്രോഹത്തിനുള്ള മെറ്റീരിയൽസ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തെല്ലാം പുറത്തു വന്നതാണ്. എന്നിട്ടും സുപ്രീം കോടതി ഇതിനൊന്നും കണ്ണു പറഞ്ഞിട്ടില്ല. ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നും അകത്ത് കിടക്കുകയാണ്, അല്ലെ? അതേസമയം അർണബ് ഗോസ്വാമി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഫോക്സ് ടെലിവിഷനായ റിപ്പബ്ലിക് TVയിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വംശീയത പ്രചരിപ്പിക്കുന്ന, ഈ രാജ്യത്തിന്റെ ഇന്നത്തെ ദുസ്ഥിതിയുടെ പ്രധാന കാരണക്കാരിൽ ഒരാളെന്ന് പറയും അർണബ് ഗോസ്വാമി, അയാൾക്കുള്ള റീച്ച് വെച്ചിട്ട്. അങ്ങനെയുള്ള ഒരുത്തൻ കേസിൽ പെട്ട അകത്തായി കഴിഞ്ഞപ്പോൾ വെള്ളിയാഴ്ച സുപ്രീം കോടതി തീരുമാനിക്കുന്നു ശനിയാഴ്ച വീക്കെൻഡിന് സിറ്റിംഗ് നടത്താൻ, സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി, മനുഷ്യാവകാശം ഹനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് അയാളെ പുറത്തിറക്കുന്നു, ജാമ്യം കൊടുത്ത്. അപ്പൊ ഈ സുപ്രീം കോടതിയുടെ പ്രയോറിറ്റി എന്താണ്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിങ്ങൾ ഒരെണ്ണമെങ്കിലും തരൂ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ചാനലിൽ ഞാൻ അതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് ഭാനുപ്രതാപ് സിംഗിനോട് ഇന്റർവ്യൂവും അതിന്റെ ഡെമോൺസ്ട്രേഷനും ഒക്കെ കാണിച്ചിരുന്നു. എങ്ങനെയാണ് ഇവർ ഇത് ഹാക്ക് ചെയ്യുന്നത്?
ഇത്രയും കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ വാതിൽക്കൽ വെച്ച് ഇവർ പ്രൊട്ടസ്റ്റ് നടത്തി. അവർ പറഞ്ഞു ഒരു മെഷീൻ തരും, ഞങ്ങൾ ഹാക്ക് ചെയ്ത് കാണിച്ചു തരാം. എന്നാൽ അലഹാബാദിൽ നിന്നൊക്കെ ഉള്ള ടെക്നിക്കൽ എക്സ്പെർട്സ് വന്ന് പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞില്ല മെഷീൻ വിട്ടുകൊടുക്കാൻ. അപ്പൊ ഇവര് ജനാധിപത്യത്തെ സംരക്ഷിക്കുകയാണ് കോടതി. എനിക്ക് ഒരു വിശ്വാസമില്ല. ഇപ്പൊ ഈ അടുത്ത ഇടയ്ക്ക് നടത്തിയുള്ള സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ, ഉദാഹരണത്തിന് ഇലക്ടോറൽ ബോണ്ടിലും ഒരു വലിയ കള്ളക്കളി ഞാൻ ഇന്ന് ചാനലിൽ ഒരു ലൈവ് ഇന്ന് രാവിലെ ഞാൻ ചെയ്തിരുന്നു. അവിടുത്തെ ഇന്ന് വൈകുന്നേരം ഒരു 2 മണിക്കൂർ മുമ്പ്. അത് എന്താണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് വെച്ചാൽ ഇലക്ടോറൽ ബോണ്ടിൽ ഇവർ പറഞ്ഞത് എന്താ, ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന, അതായത് ബോണ്ട് ആരാണ് വാങ്ങിയത് എന്നുള്ളതും, അതുപോലെ ഈ ബോണ്ട് അവിടെ ഇലക്ടോറൽ ബോണ്ട് എൻകാഷ് ചെയ്തവരും അല്ലെങ്കിൽ അത് ആർക്കു വേണ്ടി, ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ഈ ബോണ്ടിന്റെ ഇഷ്യൂ എന്താണ്, ബോണ്ടിന്റെ പർച്ചേസറും ബെനിഫിഷ്യറിയും നമുക്ക് പറയാം, ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാലല്ലേ ഈ ബോണ്ട് BJP ഇത് ചെയ്ത് എൻകാഷ് ചെയ്ത ബോണ്ടുകൾ ഏത് കോർപ്പറേറ്റിന്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത്, അവർക്ക് അനുകൂലമായിട്ടുള്ള പ്രത്യുപകാരത്തിനുള്ള എന്തെങ്കിലും നടപടികൾ ആ ഡേറ്റ് വെച്ചിട്ട് ഇവർ ചെയ്തിട്ടുണ്ടോ, അപ്പൊ ആ തീയതി വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ബോണ്ടില് യുണീക്ക് ഐഡന്റിഫിക്കേഷന്റെ ഒന്നും, അവര് വിറ്റ ആ ബോണ്ട് തന്നെയാണ് ഇവര് സമർപ്പിച്ചത് അല്ലെങ്കിൽ ക്യാഷ് എടുത്തതെന്ന് തെളിയിക്കാൻ പറ്റില്ലെന്ന് SBI പോയി സുപ്രീം കോടതി പറഞ്ഞു. ആദ്യമേ കൂടുതൽ സമയം ചോദിച്ചു സുപ്രീം കോടതി പറഞ്ഞു പറ്റില്ലെന്ന്. ഇത് സുപ്രീം കോടതി പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു അത് കുഴപ്പമില്ല, അങ്ങനെ വേണമെന്നില്ല, അങ്ങനെ തെളിയിക്കണമെന്നില്ല. നിങ്ങൾ എത്ര ബോണ്ടുകൾ വിറ്റു, ആർക്കൊക്കെ വിറ്റു, ആരൊക്കെ ഇത് എൻകാഷ് ചെയ്തു എന്നുള്ളതിന് വേറൊരു ലിസ്റ്റ്, ഇത് രണ്ടും കൊടുത്താൽ മതി, അത് ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ ഇട്ടേന്ന്. അതുകൊണ്ട് ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഡൽഹിയിലുള്ള ഒരു ജേർണലിസ്റ്റ്, ഇന്ന് അവരോട് ഞാൻ സംസാരിച്ചു, അവരുടെ പേര് ഒരു അഗർവാൾ, പൂനം അഗർവാൾ. അവര് 2018 ഇലക്ടോറൽ ബോണ്ട് വാങ്ങിയിരുന്നു. എന്നിട്ട് ഇലക്ടോറൽ ബോണ്ട് നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചറിയാം, ഇതൊരു ഫൈനാൻഷ്യൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ, ഒരു ചെക്ക് പോലെയോ ഒരു ബാങ്ക് ഡ്രാഫ്റ്റ് പോലെയോ കൊടുത്താൽ കാശ് കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണിത്. ഈ ഇൻസ്ട്രുമെന്റ് SBIയിൽ ഓഡിറ്റിംഗ് ഒന്നും നടക്കുന്നില്ലേ? 22,000 ബോണ്ട് വിറ്റു, ഇത് എവിടെ കൊണ്ടുപോയി, ആര് ഇതിന്റെ ക്യാഷ് എടുത്തു എന്ന് അറിയണ്ടേ? അപ്പൊ ഈ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇവർക്ക് SBI ഓഡിറ്റിംഗിന്റെ സമയത്ത് ഇവർക്ക്, അതായത് ഈ 5 വർഷത്തേക്ക് ഇവര് സ്റ്റേറ്റ് ബാങ്ക് ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല 22,000 ബോണ്ടിന്റെ, ശുദ്ധ കളവാണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇവര് 2018 ഈ ജേർണലിസ്റ്റ് ഒരു ബോണ്ട് വാങ്ങിയിരുന്നു. അവര് ഈ നമ്മുടെ നോട്ടുണ്ടല്ലോ, ഈ 100 രൂപ നോട്ടൊക്കെ ഈ ലൈറ്റിന്റെ മുകളിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരു വാട്ടർമാർക്ക് കാണാം. അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിനകത്ത് വാട്ടർമാർക്ക് ഒന്നുമില്ല. അപ്പൊ അവര് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ഫോറൻസിക് ലാബിൽ ഫോറൻസിക് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ അവർ കണ്ടു. അപ്പൊ ഫോറൻസിക് ലാബുകാർ ഇവരോട് പറഞ്ഞു, ആമസോണിൽ നിങ്ങൾക്കൊരു UV ടോർച്ച് കിട്ടും, ഒരു ഫ്ലാഷ് ലൈറ്റ്, അത് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു. അവരത് വാങ്ങിച്ച് അടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ മുകളിലെ ടോപ്പ് റൈറ്റ് ഹാൻഡ് കോർണറിൽ ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ട്. അപ്പൊ അത് യുണീക്ക് ആണോ, എല്ലാ ബോണ്ടിനും ഇത് ഈ നമ്പർ ആണോ എന്ന് അറിയാൻ വേണ്ടി അവർ വേറൊരു ബോണ്ട് വാങ്ങി. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അവർ വാങ്ങിച്ചപ്പോൾ അതിന്റെ നമ്പർ വേറെയാണ്. അപ്പൊ ഒരു UCI ഇതിനുണ്ട്. എന്നിട്ട് അത് ഈ ജേർണലിസ്റ്റിനുള്ള ബുദ്ധി പോലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ബാക്കി 5 ജഡ്ജിമാർക്കും തോന്നിയില്ല. അവര് പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ഒന്നും വേണ്ട, എത്ര വിറ്റു എത്ര ഇവര് എൻകാഷ് ചെയ്തു എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി, സറണ്ടർ ചെയ്തെന്ന് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെടാൻ ഉപയോഗിച്ചു. അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്കറിയാം അദാനി ഈ ഡേറ്റിൽ ബോണ്ട് വാങ്ങി 15 ദിവസത്തിനുള്ളിൽ വേണം, അല്ലെങ്കിൽ അത് ഇതായി പോകും. 15 ദിവസത്തിനുള്ളിൽ എൻകാഷ് ചെയ്യണം. 15 ദിവസത്തിനുള്ളിൽ അദാനി ഈ ഡേറ്റിൽ കൊണ്ടുവന്നിട്ട് BJP അതേ നമ്പറുള്ള ബോണ്ട് കൊണ്ടുവന്ന് സറണ്ടർ ചെയ്തിരിക്കുന്നു. അതായത് കാശ് BJPക്കല്ലേ പോയത്. ആ ദിവസങ്ങളോടനുബന്ധിച്ച് അദാനിക്ക് അനുകൂലമായിട്ട് എന്ത് നയങ്ങൾ രൂപീകരിച്ചു, ഏത് നിയമങ്ങളിൽ റിലാക്സ് ചെയ്ത് കൊടുത്തു എന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ കള്ളത്തരം പൊളിയും. അപ്പൊ ഇതിന് സുപ്രീം കോടതി കൂട്ടല്ലെന്ന് നമ്മൾ സംശയിക്കണ്ടേ? അതുകൊണ്ട് ഈ പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെടുന്നുള്ള ഇതൊന്നും എനിക്കില്ല. ഇപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും പല മുസ്ലിമുകൾക്കും ദളിതർക്കും ഒക്കെ ഉള്ള പല ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇവിടെ രാത്രി പകലില്ലാതെ വയലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. സുപ്രീം കോടതി അതിലൊന്നും ഇടപെടാത്ത സ്ഥിതിക്ക് ഇതിൽ ഇടപെടുന്ന എനിക്ക് തോന്നുന്നില്ല, എനിക്ക് പ്രതീക്ഷയില്ല. അല്ല, വളരെ റൈറ്റ് ആയിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. കാരണം സാധാരണക്കാരന് ഒരു 5 രൂപ വെട്ടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 100 രൂപ 1000 രൂപ ലക്ഷങ്ങൾ വെട്ടിക്കുമ്പോൾ അതിന്റെ പിറകെ നടന്ന് ഓരോ രൂപ എവിടുന്ന് വന്നു എവിടുന്ന് പോയി എന്ന് ഈസിയായി കണ്ടെത്താൻ കഴിയുന്ന വലിയ വലിയ എന്താ പറയുക അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും അതിലെ പ്രോപ്പർ ലെൻസ് ഒക്കെ ഉള്ളതാണ് നമ്മുടെ രാജ്യത്ത്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളതാണ്. പക്ഷേ ഇത്തരം അഴിമതികളെ മറക്കാൻ അതിനെല്ലാ രീതിയിലുള്ള വഴികളും അവർ കണ്ടെത്തുന്നുണ്ടെന്നുള്ളത്, എന്നിട്ട് അവർ പറയുന്നു അഴിമതികളെ നടത്താത്ത ഒരു ഗവൺമെന്റ്. എത്ര പ്രഹസനം!
2014 മോദിജി അധികാരത്തിൽ വരുമ്പോൾ അദാനി ഇന്ത്യയിലെ 10 ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ എണ്ണത്തിലില്ല. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. 3000 എത്രയോ % മൂപ്പരുടെ ആസ്തി വർദ്ധിച്ചത്. എന്നിട്ട് ഇതേ അദാനി ഇന്നും ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന 10 പേരിൽ അദാനി ഇല്ല, ടാറ്റയാണ്. ഇവര് പറയുന്നത് എന്താ? രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക്, സാമ്പത്തിക ഇതിലേക്ക് വേണ്ടി അദാനി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. വേറൊന്നെന്താ? നിരവധി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നു. തൊഴിലാണ് കൊടുക്കുന്നത് അദാനി ഇത്രയും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായിട്ട് കൂടി ഇന്നും ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ടാറ്റയാണ്. ഏതാണ്ട് 2 ലക്ഷത്തിലധികം. അദാനി ഇപ്പോഴും 45,000 ഉള്ളൂ. ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന എംപ്ലോയേഴ്സിൽ ആദ്യത്തെ 10 പേരെടുത്താലും അദാനി ഇല്ല. ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന അല്ലെങ്കിൽ ബിസിനസിന് ടാക്സ് അടയ്ക്കുന്ന ആളുകളുടെ ലിസ്റ്റിൽ 10 പേരിൽ അദാനി ഇല്ല. പക്ഷെ ഏറ്റവും വലിയ കോടീശ്വരൻ ഇന്ത്യയിലല്ല, ഏഷ്യയിൽ തന്നെ അദാനിയാണ്. ഇതെന്ത് മറിമായാണ്? അപ്പൊ ഈ ലാഭം ഇത്ര വലിയ നഷ്ടമാണ്. ഈ ടാക്സ് അടയ്ക്കുന്നത് ലാഭത്തിൽ നിന്നാണ്. അപ്പൊ ടാക്സ് അടയ്ക്കുന്നത് ഇത്ര വലിയ നഷ്ടക്കച്ചവടം നടത്തി ഇങ്ങനെ ആർക്ക് വേണ്ടിയാ പിന്നെ ഈ ബിസിനസ് നടത്തുന്നു? ആലോചിച്ച് നോക്കൂ, ഇത്തരം ശുദ്ധ തോന്നിയാസം നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ CAA-യിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുള്ളൂ, ജനങ്ങൾ ചിന്തിക്കേണ്ടത് 2019 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ CAA നോട്ടിഫൈ CAA എന്ന് പറയുന്ന നിയമം കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഇവര് അവരുടെ പ്രകടന പത്രികയിലൊക്കെ അടിച്ചു വെച്ചിട്ട് അതിന്റെ പേരിലായിരുന്നു പ്രചാരണം മുഴുവൻ 2019 തെരഞ്ഞെടുപ്പിന്. അത് കഴിഞ്ഞ ഉടനെയാണ് ഇത് നിയമമാക്കിയത്. ഈ 2019 ഇലക്ഷന് തൊട്ട് മുമ്പ് ഇവർ പ്രയോഗിച്ച മറ്റൊരു തന്ത്രം പാകിസ്ഥാനെതിരെ വെറുപ്പ് പടർത്തുക, പാകിസ്ഥാൻ വന്ന് തിന്നുകളയും, നമ്മളെല്ലാം വിഴുങ്ങിക്കളയും എന്നുള്ളത് പ്രചരിപ്പിക്കാനായിട്ട് പുൽവാമ അറ്റാക്ക് നടത്തി. പുൽവാമയിൽ സർക്കാരിന്റെ പിടിപ്പുകേടും എല്ലാം ആയിരുന്നു എന്നുള്ളത് സത്യപാൽ മാലിക് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ 2019 ഫ്രീസറിൽ കയറ്റിയ CAA വീണ്ടും 2024 തെരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ വരുന്ന 10 ദിവസം മുമ്പ് അവർ വീണ്ടും പുറത്തെടുക്കും. ഞാൻ പറയും, ഈ രാജ്യത്തിന്റെ സാഹോദര്യത്തിനും മതേതരത്വത്തിനും രാജ്യത്തിന്റെ തുല്യനീതി, ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റിനും എല്ലാം മുകളിൽ നടക്കുന്ന മറ്റൊരു പുൽവാമ ഭീകരാക്രമണം 2.0 ആണ് ഇന്നത്തെ ഈ CAA നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. ഈ 2 ആക്രമണങ്ങളുടെയും പിന്നിൽ ഒരേ ഒരു ശക്തിയായിരുന്നെന്ന് എന്നേ ഇന്ത്യക്കാർ തിരിച്ചറിയുന്നോ അന്ന് ഈ രാജ്യം രക്ഷപ്പെടും.